ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റീൽസിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചളവറ, ചെർപ്പശ്ശേരി ചളവറയിൽ ഉള്ളൊരു സൂര്യകാന്തി തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഇന്നലെയാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടത്. അപ്പോൾ ഒന്ന് നാട്ടിലുള്ള സ്ഥിതിക്ക് ഒന്ന് പോയി കാണാം എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. നമുക്ക് ഇതിൻ്റെ ഓണറെ, അതായത് ഈ അത്ഭുത സംഭവം നമ്മുടെ ചെർപ്പശ്ശേരിയിൽ നമുക്കായിട്ട് കാണിച്ചു തന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അത് സാർ, ഞാൻ ചോദിക്കാൻ വന്നത്, ഈ തോട്ടത്തിലേക്ക് വരാൻ കാരണം, അതായത് ആരും ചെയ്യാത്തൊരു കൃഷിയാണ് സൂര്യകാന്തി കൃഷി. ആരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ഈ സ്ഥിതിക്ക്. അപ്പൊ സാറിന് അങ്ങനെ തോന്നാനുണ്ടായൊരു പ്രചോദനം? നമ്മളിരിക്കുന്ന ഭാഗത്ത് കേരളത്തിന്റെ പുറത്താണ് ഇത് അധികം കണ്ടുവരുന്നത്. അതെ, തമിഴ്നാട്ടിലാണ്. അതെ അതെ അതെ. പക്ഷെ നമ്മളിരിക്കുന്ന ഭാഗത്തും ഇത് ചെയ്താൽ ഇത് എന്തുണ്ടാവുമെന്ന് പരിശോധിക്കാനും സക്സസ് ആകും എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ സക്സസ് ആയിട്ടുണ്ട്. അതിന്റെ തീർച്ചയായിട്ടും. കാരണം നാടിനെ തന്നെ മാറ്റി വെച്ചു, നമ്മുടെ പ്രദേശത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നു നമ്മളെ പാലക്കാട് ജില്ലയിൽ നിന്നല്ല, എവിടെ ഇല്ല അത്. കഴിഞ്ഞ കൊല്ലം എങ്ങാണ്ട് കോഴിക്കോട് ഒരാള് മാത്രം ചെയ്തത് ആയിട്ട് എനിക്കൊരു ഓർമ്മ ഉണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ കേരളത്തിൽ ഇത് അങ്ങനെ കാണാത്തൊരു കൃഷിയാണ്. അപ്പൊ അതിനോടുണ്ടായ ഒരു ഇമ്പം നമ്മൾ പരിശ്രമിച്ചപ്പോ കിട്ടി. അതെ, അത് ആ സക്സസ് കിട്ടിയപ്പോ അതിൽ വലിയ ആനന്ദം, സന്തോഷം എല്ലാവരും. പിന്നെ ഇതിന്റെ ഉദ്ദേശം 4 മാസമാണ് ഇതിന്റെ കാലാവധി അല്ലേ? അത് 4 മാസം ഈ ഫ്ലവർ ഇങ്ങനെ നിൽക്കും. 4 മാസത്തെ പരിശ്രമം കൊണ്ട് 1 മാസം നമുക്ക് വലിയ കിട്ടും പൂവ്. ഓ, ഈ കൃഷി നമ്മൾ നട്ട് 4 മാസമാണ് അതിന്റെ ഫുൾ വളർച്ച എത്തി പൂവിട്ട് വരുമ്പോഴേക്കും 4 മാസം. 1 മാസത്തെ കാലാവധിന്റെ ഉള്ളിൽ നമുക്ക് ഇതിന്റെ അനുഭവങ്ങൾ പൂവ് തരും. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് അത് പ്രദർശനത്തിന് വെക്കേണ്ടത് അങ്ങനെ വെക്കാം. അതിൽ നിന്ന് കിട്ടാവുന്ന എണ്ണ ഒറിജിനാലിറ്റി നമുക്ക് എടുക്കാം. സൺഫ്ലവർ ഓയിൽ. അതെ, നമ്മുടെ അടുത്ത് മില്ലുണ്ട്, അതുകൊണ്ട് നമുക്ക് തന്നെ ഇതിന് എടുക്കാൻ പറ്റും. ഓ, അപ്പൊ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്താലും സാറിന് അത് ഉപകാരം കിട്ടും. അടുത്ത പ്രാവശ്യത്തിലേക്ക് ഇത് വികസിപ്പിച്ചെടുക്കണം എന്നുള്ളത് ഇപ്പൊ ഇത് 1.5 ഉള്ളത്. 1.5 ഏക്കറയില് ഇത് 3 ഏക്കറിന്റെ കൈവശത്തിലുണ്ട്. എന്തായാലും അതാവും. കാരണം ഈ നമ്മളെ ഈ കാലാവസ്ഥയില് ഇങ്ങനെ അത് ഇത്രത്തോളം ഭംഗിയിൽ എത്തിച്ച് കിട്ടുമെങ്കിൽ ഏത് കാലാവസ്ഥയിലും സാറിന് അത് കഴിയും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇത് എടുക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്, പൂർത്തിയാക്കണം. ഇപ്പൊ ചെണ്ടുമല്ലി പറഞ്ഞിട്ടൊന്നുണ്ട്. ചെണ്ടുമല്ലി കൃഷി. അത് ഇനിയിപ്പോ നമുക്ക് ഓണാകുമ്പോഴേക്കും അതിന്റെ അപ്പൊ അതും നമുക്ക് ഇതേപോലെ കാണാം അല്ലേ? ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ ഉദ്ദേശങ്ങൾ. അതെ, ഇതിന്റെ വിത്തും ഇവിടെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ? അത് ശരി. അത് 10 പീസിന് 30 റുപ്യ വരും. 10 പീസിന്, അതായത് 10 വിത്തിന് ഒരു പീസ് 3 റുപ്യ. അപ്പൊ അതും ലാഭാണ്. എങ്ങനെ നോക്കിയാലും സൂര്യകാന്തി കൃഷി ഒരു ലാഭം, ഒരു മെച്ചം കിട്ടും. അതെ, കൗതുകകരമായ ആനന്ദം മാറ്റി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു മേളയാണ് ഇപ്പൊ ഈ തുറന്നു വെച്ചത്. അതെ, എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ സാറിന്റെ ഈ ഒരു സൂര്യകാന്തി കൃഷിയാണ് റീൽസിൽ മൊത്തത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനും വെറും പാറപ്പുറാണ്. 480 ലോഡ് മണ്ണ് കയറ്റിയെടുത്തത് അത്. അതെ, ഇത് ഭയങ്കര പരിശ്രമം ചെയ്തിരിക്കുന്നത്, നല്ല കഠിനാധ്വാനം. കണ്ടോ സൂര്യകാന്തി. ഒന്നര ഏക്കറിലാണ് ഈ സംഭവം ഇവര് കൃഷി ചെയ്തിരിക്കുന്നത്. ഈ സൂര്യകാന്തിയുടെ ഫ്ലവറും ഇതും 1.5 ഏക്കറിലാണ് ഇവരിത് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവർക്കന്നെ ഇതിൻ്റെ മില്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അവർ ഈ ഫ്ലവറൊക്കെ ആട്ടി ഇവർ തന്നെ എണ്ണയാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവർ രണ്ടാമതവരിനി ഇതിൻ്റെ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ചെണ്ടുമല്ലി കൃഷി അതും കൂടി നമുക്ക് കാണാം. ചെണ്ടുമല്ലി കൃഷിയും കൂടി ചെയ്യുന്നുണ്ട്. ഓണൊക്കെ ആകുമ്പോഴേക്കും എന്ത് ഭംഗിയാ കാണാൻ. തേനീച്ചകളാണ്, ഒരുപാട് തേനീച്ചകൾ. ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ഭംഗിയാ കാണാന്നറിയോ, അത്രയും തേനീച്ചകളുണ്ട്. നല്ല ഭംഗിയുണ്ട് എല്ലാം. ഒരുവിധമൊക്കെ എതിളൊക്കെ കൊഴിഞ്ഞ് വിത്തിലോട്ട് കടക്കുക ടൈം ആയിന്ന് തോന്നുന്നു. ഇവിടെ വരുന്നവർക്ക് വിത്ത് വേണമെങ്കിൽ മേടിക്കാം. 10 വിത്തിന്
30 രൂപ വെച്ചിട്ടാണ് ഇവിടെ ഇവർ സെയിലും ഉണ്ട്. വിത്തിൻ്റെ സൂര്യകാന്തി സെയിലുണ്ട്. നമുക്ക് വീട്ടിൽ ഇവിടുന്ന് വിത്ത് മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ നമുക്കത് കൃഷിയല്ല, ഒരു നട്ട് നനയ്ക്കാം എന്നൊക്കെ തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിത് വിചാരിച്ചിട്ടില്ല, ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സംഭവത്തിൽ ഞാൻ ഇന്ന് എത്തും, അല്ലെങ്കിൽ എനിക്കിതൊന്ന് കണ്ടുവരും, ഞാനിന്ന് കാണും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്താ അല്ലേ ദൈവത്തിൻ്റെ ഒരു കളി. നോക്കിയേ, ഫുള്ള് തേനീച്ചകളാണ്. തേനീച്ചകൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കണ്ടില്ലേ, ഒരുപാട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സൂര്യകാന്തി എന്ന് പറഞ്ഞ ഫ്ലവർ, അതായത് പൂവ്, തൊടുന്നതും കാണുന്നതും ഒക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ പെട്ടെന്ന് വന്നോളൂ. കാരണം പൂവൊക്കെ ഏതോളൊക്കെ കൊഴിഞ്ഞ് എന്താ ഈ പരുവം ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ പരുവമായി തുടങ്ങിയിട്ട് വിത്തിലോട്ട് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് വരിക. അത് എൻ്റെ പോലെ ഇന്നലെ രാത്രി കണ്ട് ഇന്നലെ നേരം വിളിച്ചപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇതാ ഒരു പൂപ്പൻ തൊണ്ടായിട്ടുള്ളത് തോന്നുന്നുണ്ട്. കണ്ടോ, ഇത് ഉണ്ടായിട്ടുള്ളത് തോന്നുന്നുണ്ട്. ഒരുപാടുണ്ട്, കണ്ടോ. എന്ത് രസം കാണാൻ, എന്ത് രസം. 1.5 ഏക്കറിലാണ് ഈ ഒരു സംഭവം ഈ ഹുസൈൻ സാർ കൃഷി ചെയ്തിരിക്കുന്നത്. അടുത്തതായത് ഇതേപോലെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഗായ്സ് ഞാനും ഇവിടെ പറയുകയാണ്. ഇനി എനിക്ക് എൻ്റെ മക്കളെ കൊണ്ടുവരാൻ പോകണം. ഇന്ന് സ്കൂൾ പൂട്ടുകയാണ്. മക്കളെ കൊണ്ടുവരാൻ എനിക്ക് അവരുടെ അടുത്ത് പോകണം. പോകുന്ന വഴിക്കാണ് ഞാനിപ്പോൾ ഈ സംഭവം കാണാൻ വന്നത്. ചെർപ്പളശ്ശേരിയിൽ നിന്ന് ചളവറ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ വരുന്ന റോഡ്, അതായത് ചെട്ടിനാട് അങ്ങനെ എന്തോന്നാ പേര്, എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ വണ്ടിയിൽ വന്നുകൊണ്ട് ചോദിച്ചറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഡയറക്ഷൻ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. സന്തോഷമായി സുഖമായിരിക്കുക. എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ബൈ.